ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ചാലും മതി കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്താൽ മതിയാവും. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും കുറച്ച് ലേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്യും ഒരു 1/4 ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതേതായാലും മതി. നൈസായിട്ടുള്ള അരിപ്പൊടി ചേർക്കുക. ഈ വെള്ളം തിളച്ചതിൻ്റെ ശേഷം മാത്രമാണ് ചേർക്കാവൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം അങ്ങനെ കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്യാൻ. എല്ലായിടത്തേക്കും ആ നനവ് എത്തത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിൽ വയ്ക്കുക. അടച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടി ആ നനവ്, ആ പൊടിയിലേക്ക് നന്നായിട്ട് നനവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ് സിമ്മിൽ അടച്ചു വെച്ചാൽ മതിയാവും. ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ആ മാവിനൊക്കെ ഒരു നല്ലൊരു നനവ് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉലർത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരമാണ് ചേർത്തിരിക്കുന്നത്. 1-2 പിടി നാളികേരം, കുറച്ച് ചേർത്താൽ മതി. നാളികേരം ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ. വലിയ കഷ്ണങ്ങളായ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് മിക്സിയിൽ ചിരകിയ നാളികേരം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ ആക്കി എടുക്കണം. തണുക്കാൻ വയ്ക്കരുത്. തണുത്തതിൻ്റെ ശേഷം കുഴച്ച് കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വല്ലാതെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം 1-2 സ്പൂൺ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കൈയൊന്ന് നനച്ചിട്ട്, നനവുള്ള കൈ കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. വളരെ എളുപ്പം തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇതേപോലെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യണം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ സ്റ്റീമറിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല. ഇതൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് സ്റ്റീം വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തിട്ട് ഒരു മസാല ഫ്രൈ പോലെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കടായി അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില, ഒരു 2-3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നുള്ള് കായം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ സവാളയാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു 1-2 ഉണക്കമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഈ ചെറിയ കുഴക്കട്ട പോലെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മിനി കുഴക്കട്ട, അല്ലെങ്കിൽ ഇതിന് ഗോളി ഇഡ്ഡലി എന്നും പറയും, അത് ചേർക്കുക. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നാളികേരം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോഴും നാളികേരം ഒന്നും വേണമെന്നില്ല കേട്ടോ. സാധാരണ ഗോളി ഇഡ്ഡലിക്ക് അങ്ങനെ ഉള്ളിൽ നാളികേരം ഒന്നും ഫില്ല് ചെയ്യാറില്ല. പക്ഷേ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, നാളികേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ അതാ ഗോളി ഇഡ്ഡലി അല്ലെങ്കിൽ മിനി കുഴക്കട്ട റെഡിയായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്